ഗോതമ്പൊടി ഒന്ന് മിക്സിയിൽ കറക്കി രാവിലെയും രാത്രിയും കഴിക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ ദോശയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് 1 കപ്പ് അളവിൽ ഗോതമ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2 ടീസ്പൂണ് അരിപ്പൊടി മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ മൊരിഞ്ഞ ദോശ കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാണ് കേട്ടോ. പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമുറി ലെമൺ ജ്യൂസ് ചേർത്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. തൈര് പൊടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് നല്ലപോലെ സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഏകദേശം ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ ഒരു പരുവത്തിന് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. മിക്സി അരഞ്ഞ് കിട്ടുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ തന്നെ ഉണ്ടോ നമുക്കിവിടെ റെഡി ആയിട്ടുള്ളത്. ലംസ് ഒന്നും ഇല്ലാത്തൊരു ബാറ്റർ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ 1-2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ചട്ടീൻ്റെ ചൂടൊക്കെ ഒന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഓവർ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്, അപ്പോഴേ നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു നെരിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെ ഉണ്ടോ. നമുക്കിത് ചട്നിൻ്റെ കൂടെ അല്ലെങ്കിൽ ചെറിയൊരു പൊട്ടറ്റോ ബജിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ